പ്രൈസ് ദി ലോർഡ്. കനാൻ ദേശത്ത് ക്ഷാമം കഠിനമായപ്പോൾ ദൈവം മിസ്രയീമിൻ്റെ അതിരുകളെ തുറന്നു. മിസ്രയീമിലേക്ക് തൻ്റെ ജനത്തെ കൊണ്ടുപോയി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം ചെയ്യുന്നത് അങ്ങനെയാണ്. ഈ പ്രഭാതത്തിൽ തിരുവചനത്തെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ദൈവം നിങ്ങൾക്ക് ധാരാളമായ കൃപയെ നൽകുമാറാകട്ടെ. നോക്കൂ, ഒരു ദേശത്ത് കഷ്ടത കൂടുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ആ കഷ്ടതയോടുകൂടെ ദൈവം തൻ്റെ ജനത്തെ കൈവിട്ട് കളയുകയല്ല, അതിനെ അതിജീവിക്കുവാനുള്ളതായ അനേക വഴികൾ ദൈവജനത്തിൻ്റെ മുൻപിൽ ദൈവം തുറന്നു കൊടുക്കും. ആമേൻ. യാക്കോബും തൻ്റെ പുത്രന്മാരും ദേശം മുഴുവനും കനാൻ ദേശത്ത് നിന്ന് രഥം കയറി മിസ്രയീമിലെത്തി. അവിടെ ചെന്നപ്പോൾ ഫറവോന്റെ മുൻപിൽ തൻ്റെ സഹോദരന്മാരെയും അപ്പനെയും കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് അവരെ എല്ലാം ഫറവോൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതെൻ്റെ സഹോദരന്മാർ, ഇതെൻ്റെ പിതാവ് എന്നെല്ലാം തന്നോട് രാജാവിനോട് അറിയിച്ചു. ഫറവോൻ രാജാവ് സഹോദരന്മാരോടൊക്കെ കുശലാന്വേഷണം കഴിഞ്ഞതിന് ശേഷം യോസേഫിൻ്റെ പിതാവിനോടൊരു ചോദ്യം ചോദിച്ചു. അതൊരു വലിയ ചോദ്യമായിരുന്നു. ചെറുതായിട്ടാണ് ആ ചോദ്യം ചോദിച്ചത്. നമ്മളൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷെങ്കിൽ ആ ചെറിയ ചോദ്യത്തിന് യാക്കോബ് കൊടുത്ത മറുപടി അതാണ്. ഉൽപ്പത്തി പുസ്തകം 47-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. യാക്കോബ് ഫറവോനെ നമസ്കരിച്ചു. യാക്കോബിനോട് ഫറവോൻ ഒരു ചോദ്യം ചോദിച്ചു, എത്ര വയസ്സായി? അതൊരു 2 വാക്കിലുള്ള ഒരു ചോദ്യമാണ്. അണപൊട്ടി ഒഴുകുന്നത് പോലെ അതിന് മറുപടി ലഭിക്കാൻ തുടങ്ങി. യാക്കോബിന് 130 വയസ്സായി എന്ന് പറഞ്ഞൊഴിഞ്ഞാൽ മതി. അതാണ് ഒരു സാധാരണ ഒരു മറുപടി എന്ന് പറയുന്നത്. പക്ഷേ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം താൻ ഒരു സാധാരണ മനുഷ്യനല്ല, ഒരസാധാരണ മനുഷ്യനായതുകൊണ്ട് തൻ്റെ മറുപടികളും അസാധാരണമായിരുന്നു. ഫറവോനോട് പറയുകയാണ്, എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലം 130 സംവത്സരമാണ്. എൻ്റെ ജീവിതകാലം മുഴുവനും കഷ്ടതയും ദുരിതവും പ്രയാസവും കണ്ണുനീരും യാതനയും സകല ഇടങ്ങളിലും അപമാനവും താഴ്ചയും വീഴ്ചയും നിറഞ്ഞതാണ് ഫറവോന് രാജാവേ. എടുത്തു പറയുവാൻ യാക്കോബിൻ്റെ ജീവിതത്തിൽ അണപൊട്ടി ഒഴുകുന്ന സാക്ഷ്യത്തിൻ്റെ ആ തുടക്കം അങ്ങോട്ട് ഇടുകയാണ്. 2-3 കാര്യങ്ങളെ തിരുവചനത്തിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളെങ്കിലും തീർച്ചയായിട്ടും ആ വാക്കുകൾ പറയുമ്പോൾ യാക്കോബിൻ്റെ മനസ്സിൽ കൂടെ ദൈവം തന്നെ നടത്തിയതായ അനേക സന്ദർഭങ്ങളെക്കുറിച്ച്, തൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്കുള്ളതായ പ്രയാണം മുതൽ, ബേഥേൽ മുതൽ അങ്ങ് കഥകൾ കിടക്കുകയല്ലേ. 1-2 ആണോ ദൈവം അവനെ നടത്തിയത്? കണ്ണുനീരിൻ്റെ അപ്പം അവന് കൊടുത്തും കൊണ്ടാണ്. ദിവസവും കണ്ണുനീരും പ്രയാസവും. ദൈവത്തോട് ചോദിക്കുവാൻ പല ചോദ്യങ്ങൾ യാക്കോബിന് എല്ലാ ദിവസവും ഉണ്ട്. ഇങ്ങനെയാണോ കർത്താവേ, നീ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ? ബലാൽക്കാരികൾ ബലാൽക്കാരേണ ദൈവരാജ്യത്തെ അവകാശമാക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ദൈവത്തോട് സകലതും അക്കമിട്ട് ചോദിച്ചു വാങ്ങിക്കുവാൻ യാക്കോബിനെ ദൈവം അഭ്യസിപ്പിച്ചു. ഫറവോൻ്റെ അടുത്ത് വന്നപ്പോൾ ഫറവോനോട് പറഞ്ഞതായ ഒരു വാക്ക്, എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ കാലാവധി 130 സംവത്സരം. ദൈവത്തിന് സ്തോത്രം. അതൊട്ടും സന്തോഷം നിറഞ്ഞതല്ല, കണ്ണുനീര് നിറഞ്ഞതാണ്, പ്രയാസമാണ്, കഷ്ടം, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ നിറഞ്ഞതായിരുന്നു. എന്നാൽ അതിൻ്റെ ഒടുവിൽ പറഞ്ഞതായ ഒരു വാക്കാണ് ദൈവാത്മാവിന് ഇന്ന് പ്രഭാതത്തിൽ നമുക്കായി, ആലോചനയ്ക്കായി, പ്രബോധനത്തിനായി, സന്ദേശത്തിനായി, നമ്മുടെ ചിന്തയ്ക്കായി നൽകിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 47-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൻ്റെ അവസാനം നമുക്ക് അതിൻ്റെ 9-ാം വാക്യത്തിൻ്റെ അവസാനം നമുക്കൊന്ന് വായിക്കാം. അതിങ്ങനെ കാണുന്നു: എൻ്റെ പരദേശ പ്രയാണത്തിൻ്റെ ആയുഷ്കാലം 130 സംവത്സരമായിരിക്കുന്നു. എൻ്റെ ആയുഷ്കാലം ചുരുക്കവും കഷ്ടവും ഉള്ളത് എത്രേ. എങ്കിലും എൻ്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണമായ ആയുഷ്കാലത്തോളം ഞാൻ എത്തിയിട്ടില്ല. ഒരേറ്റുപറച്ചിലാണത്. താൻ മുമ്പേ ഒരു സാക്ഷ്യം പറഞ്ഞു. താൻ പറഞ്ഞതിനൊരു അർത്ഥമുണ്ട്. കാരണം നമുക്കറിയാം,
എബ്രഹാം, തൻ്റെ വലിയപ്പച്ചനായ അബ്രഹാം 175 വയസ്സ് വരെ ജീവിച്ചിരുന്നു. തൻ്റെ പിതാവായ ഇസാക്ക് 180 സംവത്സരം ജീവിച്ചിരുന്നു. എന്നാൽ യാക്കോബ് തൻ്റെ 147 വയസ്സിൽ നിദ്ര പ്രാപിച്ചു, പിതാക്കന്മാരോട് ചേർന്നു. അതെല്ലാം മുൻ കണ്ടുകൊണ്ടാണ് താൻ പറയുന്നത്, എൻ്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണം വളരെ ദൈർഘ്യമുള്ളതായിരുന്നു. ഞാൻ ഒരുപാട് കഷ്ടങ്ങളിൽ കൂടെ പോയി എങ്കിലും ഈ 26 അധ്യായങ്ങളിൽ നീണ്ടു നിവർന്ന് കിടക്കുന്ന യാക്കോബിൻ്റെ ചരിത്രങ്ങൾ വായിച്ചു നോക്കുമ്പോൾ വേറെ ആരും കടന്നു പോകാത്ത അനുഭവങ്ങളെ തിരുവചനത്തിൽ രേഖപ്പെടുത്തുവാൻ ഭാഗ്യം ലഭിച്ച വ്യക്തി താൻ പറയുകയാണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ പിതാക്കന്മാർ കടന്നുപോയ പാതകളിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടില്ല. യെസ്, അങ്ങനെ ഒരു ഏറ്റുപറച്ചിലാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ശരിയാണ്, നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ എടുത്തു പറയുവാനുണ്ട്, കഷ്ടങ്ങളൊക്കെ എടുത്തു പറയുവാനുണ്ട്. നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഭാരങ്ങളെക്കുറിച്ചും നമ്മൾ കടന്നു പോകുന്നതായ വേദനകളെക്കുറിച്ചും നമ്മുടെ അമ്മായിയമ്മയെക്കുറിച്ചും മരുമകളെക്കുറിച്ചും പിതാവിനെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും സഹോദരങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് ഒത്തിരി പറയുവാനുണ്ട്. ഒന്ന് തിരിഞ്ഞ് പുറമോട്ട് നോക്കിയിരുന്നാൽ പഴയ തലമുറ നമ്മുടെ പിതാക്കന്മാർ കടന്നു വന്നതായ പാത അതൊന്ന് ചിന്തിക്കൂ. നമ്മളെ വെട്ടിയെടുത്ത പാറയെങ്കിലേക്കും നമ്മളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും ഒന്ന് നോക്കൂ. എങ്ങനെയാണ് നമ്മളെ വളർത്തിക്കൊണ്ട് വന്നത് ദൈവം? നാം അനുഭവിച്ചതിനേക്കാൾ എത്രയോ കഷ്ടതയിൽ കൂടെ പിതാക്കന്മാർ കടന്നുപോയി. രേഖപ്പെടുത്തിയിട്ട് ഒരുപക്ഷെങ്കിൽ രേഖപ്പെടുത്തിയിട്ടില്ലായിരിക്കാം, ഒന്നൊന്നായി രേഖപ്പെടുത്തുവാൻ സാധിച്ചിട്ടില്ലായിരിക്കാം. പക്ഷെങ്കിൽ ഏറ്റവും കൂടുതൽ കഷ്ടത യാക്കോബിനെക്കാട്ടിലും തൻ്റെ പിതാക്കന്മാർ അനുഭവിച്ചു എന്ന് യാക്കോബ് ഫറവോൻ്റെ മുൻപിൽ സമ്മതിക്കുകയാണ്. അവരുടെ കഷ്ടതയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ കഷ്ടത സാരമില്ല, അല്പമായിട്ടുള്ള കഷ്ടങ്ങളേ ഉള്ളൂ, അല്പമായിട്ടുള്ള പ്രയാസങ്ങളേ ഉള്ളൂ. ദേശത്ത് വലിയ വലിയ പട്ടിണിയെ, ക്ഷാമത്തെ ഇസഹാക്ക് കണ്ടു, അബ്രഹാം കണ്ടു. അവരുടെ ജീവിതം വളരെ നരകതുല്യമായിരുന്നു. സമ്പത്തുണ്ടായിരുന്നെങ്കിലും ദേശത്തെല്ലാം ഭയത്തോടെ കഴിഞ്ഞിരുന്നതായ ഒരു കാലം. യാക്കോബിൻ്റെ അത്രയും ധൈര്യശാലിയൊന്നും ആയിരുന്നില്ല അവർ. എന്നാൽ അവർ ദൈവത്തിൽ ആശ്രയിച്ചു വന്നതായ കഷ്ടതയെ, പരീക്ഷകളെ അംഗീകരിച്ചു കൊണ്ടതായ ഒരു ജീവിതം. പലപ്പോഴും യാക്കോബിനത് സാധിച്ചിട്ടില്ല എന്ന് യാക്കോബ് ഏറ്റു പറയുകയാണ്. എനിക്ക് 130 സംവത്സരം എൻ്റെ പരദേശ പ്രയാണത്തിൽ കഷ്ടതയും പ്രയാസവും ദുഃഖപൂർണമായിട്ടുള്ളതായ ഒരു ജീവിതവും സഞ്ചാരവുമായിരുന്നു എനിക്കുണ്ടായിരുന്നതെങ്കിലും ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ അത്രയും ഞാൻ സഹിച്ചിട്ടില്ല. എൻ്റെ പൂർവ്വപിതാക്കന്മാർ എന്നേക്കാൾ കൂടുതൽ സഹിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ദൈവം എന്നെ ഈ കഷ്ടകാലത്ത് മിസ്രൈമിലേക്ക് കൊണ്ടുവന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിൻ്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന നന്മകൾ, നീ കാണുന്നതായ ഗോശൻ ദേശം മുഴുവനും നിൻ്റെ അധ്വാനം കൊണ്ട് നീ നേടിയതല്ല, നിൻ്റെ പിതാക്കന്മാർ ഒഴിച്ച കണ്ണുനീരിൻ്റെ ഫലങ്ങളാണ്. നിൻ്റെ പിതാക്കന്മാർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് എത്രത്തോളം നീതിയുള്ളവരായിരുന്നു. ആ നീതിമാൻ്റെ സന്തതി അപ്പം മരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതായ ദൈവത്തിൻ്റെ ആ വാക്തത്വത്തിന് പ്രകാരം കനാൻ ദേശത്തെ ക്ഷാമം കഠിനമായപ്പോൾ ദൈവം മിസ്രൈമിൻ്റെ വാതിലുകളെ തുറന്ന് ദൈവം നിന്നെ അവിടെ കൊണ്ടുവന്നു. കുറിക്കപ്പെട്ട നാളുകളിൽ നിന്റെ സന്തതികൾ അവിടെ പാർക്കത്തക്കവണ്ണം അനേകർ ക്ഷാമത്തിൽ കൂടെ കടന്നു പോകുന്നതായ കാലത്ത് നിനക്കും നിന്റെ കന്നുകാലികൾക്കും സുഭിക്ഷമായി ഭക്ഷിക്കുവാനുള്ള പച്ചപ്പ് നിറഞ്ഞതായ ഒരു ഗോശൻ ദേശം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളൊരു സ്ഥലത്ത് നിന്നെ പാർപ്പിക്കുവാൻ കാരണം നിന്റെ പിതാക്കന്മാരുടെ കണ്ണുനീരാണ്. യാക്കോബ് അതാണ് പറഞ്ഞത്. ഫറവോൻ ചോദിച്ചത് നിനക്ക് എത്ര വയസ്സായെന്ന് ചോദിച്ചുള്ളൂ എങ്കിലും യാക്കോബിൻ്റെ ജീവിതത്തിൽ പറയുവാൻ ധാരാളം. എനിക്ക് വളരെ കഷ്ടങ്ങളുണ്ട്. നമ്മുടെ കഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഓർത്തു നോക്കൂ, നമ്മുടെ കഷ്ടങ്ങളെക്കാൾ വലുത് നമ്മുടെ പിതാക്കന്മാർ സഹിച്ചു. അവരുടെ കണ്ണുനീരും അവരുടെ പ്രാർത്ഥനയും, നമ്മുടെ അമ്മമാരുടെ കണ്ണുനീരും പിതാക്കന്മാരുടെ കഷ്ടത ദൈവം കണ്ട് നിന്റെ സന്തതിയെ ഞാൻ പരിപാലിക്കും എന്നുള്ളതായ ഒരു വാഗ്ദത്തം അവർക്ക് കൊടുത്തത് നമ്മിൽ കൂടെ ദൈവം പലപ്പോഴും അത് നീതിയായി കണക്കിടുമ്പോൾ മാനവും മഹത്വവും ദൈവത്തിന് കൊടുത്തിട്ടുള്ള ഒരു ജീവിതം സ്വർഗം പ്രസാദിക്കും. അത് അനുഗ്രഹമായിരിക്കും. ഗോഡ് ബ്ലെസ് യു.